എന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കളമശ്ശേരിയിലേക്ക് കൂടി പോകാം. ശക്തമായ മത്സരമാണ് അവിടെ നടക്കുന്നത്. മണ്ഡലം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് മന്ത്രി കൂടിയായ പി രാജീവിനുള്ളത്. അതേസമയം തിരിച്ചുപിടിക്കാനാകും എന്ന് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. കളമശ്ശേരിയെ സംബന്ധിച്ച് ഇത്തവണ മത്സരം വളരെ ടൈറ്റാണ്. അവിടെ നിന്ന് നവമി ദിനേശാണ് നമുക്കൊപ്പം ചേരുന്നത്. നവമി, മിനിസ്റ്റർ മന്ത്രി പി രാജീവ് അദ്ദേഹം എത്തിയിട്ടുണ്ട്. കലാശക്കൊട്ട് വേദിയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. ഒപ്പം റാപ്പർ വേടൻ ഉണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റാപ്പർ വേടൻ ആവേശം വിതയ്ക്കുമോ കലാശക്കൊട്ടിൽ? എന്താണ് അവിടുത്തെ സാഹചര്യം? കളമശ്ശേരി സൗത്ത് ഓട്ടോ സ്റ്റാൻഡിന് സമീപത്താണ് 3 പാർട്ടികളുടെയും കലാശക്കൊട്ട് അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുന്നത്. പി രാജീവിനൊപ്പം പ്രവർത്തകർക്ക് ആവേശം പകരുന്നതിന് വേണ്ടി റാപ്പർ വേടനും എത്തിയിട്ടുണ്ട്. എല്ലാവരും വോട്ട് വിനിയോഗിക്കണമെന്നും അതോടൊപ്പം തന്നെ നൽകുന്ന വോട്ട് അത് വളരെ സൂക്ഷിച്ചു തന്നെ നൽകണമെന്നൊരു കാര്യം കൂടി റാപ്പർ വേടൻ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും വേടന്റെ ഒരു പാട്ടാണ് ഇവിടെ ഇപ്പോൾ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. BJP-യുടെയും അതോടൊപ്പം തന്നെ UDF-ന്റെയും രണ്ട് പേരുടെയും കലാശക്കൊട്ടും സമീപ പ്രദേശത്ത് തന്നെ നടക്കുന്നുണ്ട്. വലിയ പോലീസ് സുരക്ഷ. എന്തായാലും 3 ഇടങ്ങളിലും വലിയ രീതിയിലുള്ള ജനങ്ങളാണ്, വലിയ രീതിയിലുള്ള പ്രവർത്തകരാണ്. വലിയ ആവേശമാണ് കളമശ്ശേരിയിൽ. ആ ആവേശത്തിന് കൊഴുപ്പ് കൂട്ടാൻ റാപ്പർ വേടൻ കൂടി എത്തിയിരിക്കുകയാണ്. മന്ത്രി പി രാജീവ് കലാശക്കൊട്ട് വേദിയിലേക്ക് എത്തുമ്പോൾ റാപ്പർ വേടന്റെ പാട്ട് കൂടിയുണ്ട് പ്രവർത്തകർക്ക് ആവേശം പകരാൻ. പ്രവർത്തകരെ ആവേശത്തിൽ നമുക്ക് പാട്ട് വ്യക്തമായില്ല എങ്കിലും പോലും അവിടെ വലിയ ആവേശം വിതറുകയാണ്. പി രാജീവ് ഒപ്പം M സ്വരാജുമാണ് ഒപ്പമുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ തൃപ്പൂണിത്തുറയിലേക്ക് നോക്കിയാൽ അവിടെ NDA കാൻഡിഡേറ്റ് അഞ്ജലി പാട്ടും ഡാൻസും ഒക്കെയായി നിറയുന്ന കാഴ്ച കൂടിയുണ്ട്. ആർക്കൊക്കെയോ അവരുടെ ചിഹ്നമായ ചക്ക നൽകുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലായിടത്തും കൊട്ടിക്കലാശം അതിൻ്റെ ആവേശത്തിൻ്റെ കൊടുമുടി കയറിയിരിക്കുകയാണ്. അങ്ങേയറ്റം ആവേശകരമായി കൊട്ടിക്കലാശം പുരോഗമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ഏതാണ്ട് 40 മിനിറ്റ് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ പരസ്യ പ്രചരണം അവസാനിക്കാൻ 40 മിനിറ്റ് സമയം മാത്രമാണ്. 23 ദിവസം നടത്തിയ പ്രചരണം അതിൻ്റെ അവസാന മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു, അവസാന മിനിറ്റുകളിലേക്ക് കടന്നിരിക്കുന്നു. ഇനി 40 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. അതിനുശേഷം നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. നിശബ്ദ പ്രചരണത്തിന് ശേഷം മറ്റന്നാൾ കേരളത്തിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും. ആർക്കാണ് ആ വിധി അനുകൂലമാകുന്നത് എന്നത് ഓരോ മുന്നണികളെ സംബന്ധിച്ചും ചങ്കിടിപ്പിക്കുന്നതാകും. പിന്നീട് 1 മാസം നീളുന്ന കാത്തിരിപ്പാണ്. അതിനൊടുവിലാണ് ഫലം അറിയാൻ കഴിയുക. എന്തായാലും കാടിളക്കിയുള്ള പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങളുള്ളത് കൊണ്ട് തന്നെ എല്ലായിടത്തും ഓടിയെത്താൻ ഓരോ സ്ഥാനാർത്ഥിയും വിയർപ്പൊഴുക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. വാഹന പ്രചരണ ജാഥകൾ കൊണ്ടൊക്കെ അത് മേക്കപ്പ് ചെയ്ത് എല്ലായിടത്തും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച് അല്ലെങ്കിൽ തുടർന്നു വന്ന പ്രവർത്തനങ്ങൾ അതൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ കടന്നുപോയത്. ഇപ്പോൾ പറവൂരിൽ നിന്നുള്ള കാഴ്ചകൾ. VD സതീശൻ കൊട്ടിക്കലാശ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ടൈസൺ മാസ്റ്റർ നേരത്തെ തന്നെ അവിടെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. അദ്ദേഹം എത്തിയിട്ട് കുറേ അധികം സമയമായിരുന്നു. VD സതീശൻ ഇപ്പോൾ എത്തുന്നു. VD സതീശനൊപ്പം സെൽഫി എടുക്കാനൊക്കെ എത്തുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പറവൂരിൽ ഇത്തവണ മാറ്റമുണ്ടാകും എന്നതാണ് ടൈസൺ മാസ്റ്റർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത്തവണ മാറി ചിന്തിക്കും പറവൂർ എന്ന വലിയ ആത്മവിശ്വാസം CPI പ്രകടിപ്പിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കും പറവൂരിൽ? 1/4 നൂറ്റാണ്ട് അതിൻ്റെ തുടർച്ച തന്നെയാണോ ഉണ്ടാവുക? VD സതീശനെ സംബന്ധിച്ച് പറവൂർ കടന്നാൽ മാത്രം പോരാ, 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിലെത്തും എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം നടത്തിയ ആ പ്രഖ്യാപനം അത് വെറും വാക്കായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ആവർത്തിച്ച് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് മാത്രം ഒരു മാറ്റം അതിൽ വരുത്തി. താൻ അത് പറയുമ്പോൾ അത് UDF അധികാരത്തിലെത്തും എന്നതാണ്
സൂചിപ്പിച്ചത് എന്ന തരത്തിൽ അല്പം പിന്നോട്ട് പോയോ എന്ന് സംശയിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൽ നിന്നൊരു തിരുത്തുണ്ടായി. അവിടെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ച് ആ കാര്യം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. നേതാക്കന്മാർ വാക്ക് പറഞ്ഞാൽ പാലിക്കണമല്ലോ എന്ന് കെ സുധാകരൻ പറഞ്ഞ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അങ്ങനെ വി.ഡി. സതീശനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പറവൂർ കടന്നാൽ മാത്രം പോരാ, ഒപ്പം 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിൽ വരണം എന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത് സജീവമാക്കേണ്ടി വരും. അതിലും വലിയ മത്സരം, ഇതിനേക്കാൾ വലിയ മത്സരം വി.ഡി. സതീശനെ സംബന്ധിച്ച് അധികാരം കിട്ടുകയാണെങ്കിൽ നേരിടേണ്ടി വരും എന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ വിശ്രമമില്ലാത്ത ദിവസങ്ങൾ തന്നെ ആയിരിക്കും ഇനിയും നേതാക്കളെ സംബന്ധിച്ചുണ്ടാവുക. എന്തായാലും കൊട്ടിക്കലാശം അതിൻ്റെ എല്ലാ ആവേശത്തിലേക്കും കടന്നിരിക്കുകയാണ്. കുഞ്ഞു കുട്ടികളെ വരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനീഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ പ്രചരണ ഇടങ്ങളിലൊക്കെ കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധർ വരെ ഉള്ളവർ അണിനിരന്നിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് വിനേഷ് നമുക്കൊപ്പം ചേരുകയാണ്. വിനേഷ്, എന്താണ് അവിടുത്തെ സാഹചര്യം? കൊട്ടിക്കലാശം എങ്ങനെ പുരോഗമിക്കുന്നു? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, അതിശക്തമായ മത്സരമാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത്. ഇന്ന് കൊട്ടിക്കലാശമാണ്. അതിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ BJP സ്ഥാനാർത്ഥിയോടൊപ്പമാണ് ഉള്ളത്. ഐഷ പോറ്റി, കോൺഗ്രസ് സ്ഥാനാർത്ഥി ഐഷ പോറ്റി അല്പം മുന്നെയാണ് കടന്നുപോയത്. BJP സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. KN ബാലഗോപാൽ അടക്കം ഇനി വരാനുണ്ട്. വലിയ രീതിയിലുള്ള അതിശക്തമായ പ്രചരണ പരിപാടികളാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത്. നമുക്കറിയാം, ത്രികോണ മത്സരമാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത്. അതിന്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ ഒരു കൊട്ടിക്കലാശം അവസാനിക്കാനായിട്ട്. ശക്തമായ പ്രചരണ പരിപാടികളായിട്ട് എല്ലാ മുന്നണികളും കളത്തിൽ നിറഞ്ഞിരുന്നു. നമുക്കിപ്പോൾ കാണാം, BJP സ്ഥാനാർത്ഥി R രശ്മിയാണ് ഇപ്പോൾ നമുക്ക് തൊട്ട് പിന്നാലെ വരുന്നത്. എല്ലാ 3 മുന്നണികളും വലിയ രീതിയിലുള്ള ശുഭപ്രതീക്ഷയിലാണ്. എല്ലാവരും വലിയ രീതിയിലുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. വലിയ വിജയ സാധ്യത കാണുന്നു. നമുക്കറിയാം, ഇടതുപക്ഷത്തിന്റെ വലിയ കോട്ടയാണ് കൊട്ടാരക്കരയിൽ. ധനമന്ത്രി KN ബാലഗോപാലിന്റെ മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ മറ്റു മുന്നണികൾക്ക് എങ്ങനെ വിജയിച്ച് കയറാം എന്നുള്ളതാണ് വലിയ വെല്ലുവിളി. ശരിക്കും എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രചരണങ്ങൾ അത്രത്തോളം അത്രത്തോളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം എല്ലാവരും വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ളത് വലിയ ദൗത്യത്തിലായിരുന്നു. നേരിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ R രശ്മിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ വിജയപ്രതീക്ഷ. നമുക്കറിയാം, കോൺഗ്രസിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ മത്സരിക്കുന്ന R രശ്മിയാണ്. വലിയ വിജയപ്രതീക്ഷയിൽ 3 മുന്നണികളും കൊട്ടാരക്കരയിൽ കളം നിറയുന്നു. ത്രികോണ മത്സരം എന്ന് തന്നെ പറയാം. മണിക്കൂറുകൾ അവസാനിക്കുമ്പോൾ തന്നെ എല്ലാവരും വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളുമായിട്ട് കളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ പോലീസിന്റെ നമുക്കറിയാം കണ്ട സുരക്ഷയായിട്ട് ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും കൃത്യമായ ഓരോ സമയ ക്രമീകരണങ്ങൾ തന്നെ അവർക്ക് നൽകിയിട്ടുമുണ്ട്. ചന്തമുക്കിൽ അവസാനിപ്പിക്കണം ഒരു ടീം. അതുപോലെ തന്നെ ചന്തമുക്കിൽ നിന്നും പുലവൻ ജംഗ്ഷനിൽ പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കാൻ അങ്ങനെ തുടങ്ങി നിരവധി ക്രമീകരണങ്ങൾ കൊട്ടാരക്കരയിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം, ശക്തമായിട്ടുള്ള മത്സരമാണ്. പ്രചരണ പരിപാടികൾ അത്രത്തോളം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നു. എല്ലാവരും വലിയ ആവേശത്തിലാണ്. വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾക്കാണ് കൊട്ടാരക്കരയിൽ വേദിയായിരിക്കുന്നത്. കൊല്ലം ജില്ലയിലും വിവിധ പ്രദേശം, അതായത് തീരദേശം, മലയോര മേഖലകൾ വ്യത്യാസമില്ലാതെ എല്ലാവരും വലിയ ആവേശത്തിലാണ്. വോട്ടർമാർ വലിയ ആവേശത്തിലാണ്. കൊട്ടാരക്കരയിൽ നിന്ന് വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. KN ബാലഗോപാലും ഐഷ പോറ്റിയും R രശ്മിയും ഏറ്റുമുട്ടുന്ന കൊട്ടാരക്കരയിൽ പ്രവചനാതീതമാണ് ഇത്തവണ കാര്യങ്ങൾ. എന്താണ്, നമ്മൾ വീണ്ടും പേരൂർക്കടയിലേക്ക് പോയാൽ അവിടെ R ശ്രീലേഖ കളം നിറയുന്നതാണ് കാണുന്നത്. NDA ക്യാമ്പിന് ആവേശം പകർന്നുകൊണ്ട് നമുക്കറിയാം, പല ഘട്ടങ്ങളിലും R ശ്രീലേഖയുടെ ഡാൻസ്, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വൈറലായിട്ടുണ്ട്. തനിക്ക് പാട്ട് കേട്ടാൽ അറിയാതെ ശരീരം ഇളകും എന്നത് ശ്രീലേഖ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.